കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിൽ നടത്തിയ കുട്ടികളുടെ ഹരിതസഭ കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം ശുചിത്വ പ്രതിജ്ഞ കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ ചൊല്ലിക്കൊടുത്തു. നവകേരളം RP ടിനു TA, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ M, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 13 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ഹരിതസഭയിൽ പങ്കെടുത്തു. ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് അവതരണവും സ്കിറ്റും മറ്റ് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഓരോ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ അത് അവരുടെ പങ്കാളിത്തം കൂടെ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഈ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ചു മുമ്പ് തന്നെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി. കുട്ടികളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പറയാനുള്ള ഒരു റിവ്യൂ കൂടിയാണ് ഈ വർഷത്തെ കുട്ടികളുടെ ഹരിതസഭ. അപ്പൊ കുട്ടികളെ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത്? കുട്ടികൾ വളരെ സത്യസന്ധരായും ആത്മാർത്ഥമായും ഇത്തരം കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. അല്ലേ? കോംപ്ലിമെന്റ്